നാരായണ മാഷെ, എനിക്കൊരു സംശയം. യൂറിൻ തെറാപ്പി പ്രചരിപ്പിക്കുന്നത് മറ്റു ചികിത്സകളോടൊപ്പം UT കൂടി ചെയ്യാൻ വേണ്ടിയാണോ? അതോ UTയിലൂടെ തന്നെ രോഗം സുഖപ്പെടുമെന്ന് അറിയിക്കാനോ? അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, നാട്ടുവൈദ്യം ഒക്കെ ചികിത്സക്കായി ഉണ്ടല്ലോ. അവയോടൊപ്പം തന്നെ യൂറിൻ കൂടി ഉപയോഗിച്ചാൽ പോരെ? അത് മതിയാവില്ലേ? ഈ ചോദ്യം ഇത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ബാഹ്യമായ മരുന്നുകളുടെ സഹായമില്ലാതെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള ശക്തി പ്രഭാവത്തിലൂടെ ആരോഗ്യ തടസ്സങ്ങൾ നീക്കം ചെയ്ത് രോഗശമനം സാധ്യമാക്കാനുള്ള ശ്രമം, അതാണ് വാസ്തവത്തിൽ നമ്മൾ യൂറിൻ തെറാപ്പിയിലൂടെ നടത്തുന്നത്. അത് വിജയകരമാകുമ്പോൾ പണച്ചെലവിൽ നിന്നും ദോഷകരമായ സൈഡ് ഇഫക്റ്റുകളിൽ നിന്നും ചൂഷണത്തിൽ നിന്നും എല്ലാം തന്നെ നാം രക്ഷ നേടുകയാണ്. രോഗത്തിന്റെ മൂലകാരണത്തെ ഇല്ലായ്മ ചെയ്യാനാണ് യൂറിൻ തെറാപ്പിയിലൂടെ നാം ശ്രമിക്കുന്നത്. ശരീരത്തിന്റെ യഥാർത്ഥ പ്രശ്നം, അതിനുള്ള പരിഹാരം എല്ലാം തന്നെ നമ്മുടെ ശുദ്ധീകരിച്ച രക്തത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്ലാസ്മ ദ്രവമായിട്ടുള്ള യൂറിന് തന്നെയാണ് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ലക്ഷണങ്ങൾ അടിച്ചമർത്തുന്നത് കൂടുതൽ ഹാനികരമായ ഫലങ്ങൾക്ക് കാരണമാകും. പലപ്പോഴും ചികിത്സിക്കുന്ന ആളുകൾക്ക് രോഗത്തിന്റെ കാരണം അറിയില്ല. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ മാത്രം കാണുന്നു. അപ്പോൾ അതിന് എതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അത് വാസ്തവത്തിൽ ശരീരത്തിന് കൂടുതൽ ഹാനികരമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തെ അല്ല, മൊത്തം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയാണ് യൂറിൻ തെറാപ്പി ചെയ്യുന്നത്. പ്രകൃതി ജീവനത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂറിൻ തെറാപ്പിയെ കണക്കാക്കാം. ആഹാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് സ്വമൂത്രം ഉചിതമായ രീതിയിൽ പ്രയോഗിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ടാണ് നമ്മളിത് പ്രചരിപ്പിക്കുന്നത്. യൂറിൻ തെറാപ്പി ഒഴിച്ച് മറ്റെല്ലാ ചികിത്സകളും വാസ്തവത്തിൽ ഒരു ഉപജീവന മാർഗമായിട്ട് കൂടിയാണ് ചികിത്സകർ സ്വീകരിക്കുന്നത്. ഇത്തരം മറ്റ് ചികിത്സകൾ ഒഴിവാക്കി യൂറിൻ തെറാപ്പി ചെയ്യുന്നതാണ് യോഗികൾക്ക് ഏറ്റവും ഗുണകരമാവുക. യൂറിനെ കുറിച്ച് പറയുന്ന നമ്മുടെ യൂറിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് അത് അംഗീകരിക്കുകയും അതിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചികിത്സകരുണ്ട്. പക്ഷെ അത്തരം ചികിത്സകർ തന്നെ രോഗികളെ തങ്ങൾക്ക് കിട്ടുമ്പോൾ അവരിൽ നിന്നും വൻതുക ഈടാക്കി വേറെ ചികിത്സ നിർദ്ദേശിക്കുന്നതായി പലരും പരാതി പറയാറുണ്ട്. മറ്റ് ചികിത്സകൾ പ്രചരിപ്പിക്കാൻ വേറെ ഇടങ്ങളുണ്ട്. അതിൽ താല്പര്യമുള്ളവർ ആ ഇടങ്ങൾ തേടി പോയിക്കോളും. ആരും വാസ്തവത്തിൽ പ്രചരിപ്പിക്കാൻ തയ്യാറില്ലാത്തതും ഫലപ്രദവുമായ യൂറിനെ കുറിച്ചുള്ള അറിവ് അത് നൽകാൻ ശ്രമിക്കുന്ന ഒരു ഇടത്തിൽ മറ്റ് ചികിത്സകൾ കൂട്ടിക്കലർത്തി വികൃതമാക്കാതിരിക്കുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു സമീപനം. മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ ജനങ്ങളിൽ എത്തിക്കുക, അത് മാത്രമാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരളയുടെ ലക്ഷ്യം. അത് എല്ലാവരും തിരിച്ചറിയണം, അംഗീകരിക്കണം. അതുകൊണ്ട് മറ്റ് പല ചികിത്സകളും അതിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെയുള്ള ചികിത്സാ പദ്ധതികളോടൊപ്പം യൂറിൻ ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്, ഒരു യൂറിനെ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് കണക്കാക്കുന്നത് അവര് പൂർണ്ണമായിട്ടും ഈ ബാഹ്യമായ മരുന്നുകളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് സ്വയം തന്നെ നമ്മുടെ രോഗങ്ങളെ പരിഹരിക്കാൻ, ചികിത്സിച്ച് മാറ്റാൻ നമുക്ക് തന്നെ കഴിയില്ല എന്നുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആശുപത്രികളെയും ഡോക്ടർമാരെയും ഒക്കെ ഒന്നും ആശ്രയിക്കേണ്ടതില്ലാത്ത തരത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് തന്നെ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ചികിത്സാ ശാഖയ്ക്ക് പ്രൊമോഷൻ നൽകിയിട്ട് അതിലൂടെ എന്തെങ്കിലും സാമ്പത്തിക ലാഭം നേടുക എന്നുള്ള ലക്ഷ്യം നമുക്കില്ല. അതുകൊണ്ട് യൂറിൻ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാട് എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അവരത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത്. പ്രധാനമായും ഈ ഒരു ബോധവൽക്കരണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ എല്ലാവരും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.